നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പേരാണ് ക്വസ്റ്റ്യൻ ട്രാവൽ. എന്താണ് ക്വസ്റ്റ്യൻ ട്രാവൽ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. 2020 മുതൽ 2023 വരെ കേരള PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് ബേസിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2023 നടത്തിയ ചോദ്യങ്ങളിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മാത്രം നമ്മൾ ഇങ്ങെടുത്തിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട, നമ്മുടെ പുതിയ സീരീസ് ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, നമുക്ക് പഠിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഉത്തരം പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചാൽ അത് പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. പെഡ്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിലെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ 13, 1500 1500 സെപ്റ്റംബർ 13 പെഡ്രോ അൽവാരിസ് കബ്രാൾ എവിടെ എത്തുന്നത്? നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാന കലാപമാണ് പൂക്കോട്ടൂർ കലാപം. ഓപ്ഷൻ എ, പൂക്കോട്ടൂർ കലാപം പഠിക്കുക. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാന കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂക്കോട്ടൂർ കലാപമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്തതായി, ചേരുംപടി ചേർക്കുക PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചേരുംപടി ചേർക്കുക, ഇതിന്റെ ശരിയായ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. റബ്ബർ വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. റബ്ബർ വർക്ക്സ് സ്ഥിതി ചെയ്തത് തിരുവനന്തപുരം. അതുപോലെ തന്നെ ടാറ്റ ഓയിൽ മിൽ സ്ഥിതി ചെയ്തത് കൊച്ചിയിലാണ്. ടാറ്റ ഓയിൽ മില്ല് കൊച്ചിയിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാ വന്ന സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രാവൻകൂറിലാണ്. ബാസിലിക്കൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെയാ വന്നത് സുഹൃത്തുക്കളെ? നമ്മുടെ മലബാറിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പോയിന്റ് ഉണ്ടല്ലേ ഇതിനകത്ത്. അപ്പൊ ഒന്നുകൂടി പറയാം, ചേരുംപടി ചേർക്കുക എന്നുള്ള ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മില്ല് നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ട്രാവൻകൂറിലാണ്. ബാസിലിക്കൽ ഇവാഞ്ചലിക്കൽ മിഷൻ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മലബാറിലാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക, ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്. ഇതിന്റെയും ശരിയായ ഉത്തരം ഏത് തന്നെയാണ്? ഓപ്ഷൻ സി തന്നെയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി AG വേലായുധൻ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി EK നയനാരാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? EK നയനാരാണ്. അതുപോലെ സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാവറ അച്ഛനാണ്. കൊച്ചി പ്രചാര മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഇക്കണ്ട വാര്യരാണ്. കൊച്ചി പ്രചാര മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഇക്കണ്ട വാര്യരാണ്. അപ്പോ പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി AG വേലായുധനാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി EK നയനാരാണ്. സാക്ഷരത പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛനാണ്. കൊച്ചിൻ പ്രജാമണ്ഡലം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഇക്കണ്ട വാര്യർ, അല്ലെങ്കിൽ കൊച്ചിൻ പ്രജാമണ്ഡലവും ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇക്കണ്ട വാര്യറാണ്. പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമല്ലാത്തത് ഏതാണ്? ഉത്തരം എ ആണ്. താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് ആഭരണവും വസ്ത്രവും ധരിക്കുന്നത്. ഇത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ബാക്കി 3 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന കാലഘട്ടത്തിൽ നടന്ന സമരം എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമല്ലാത്ത പ്രസ്താവന ഇതിൽ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് ആഭരണവും വസ്ത്രവും ധരിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് അല്ല. എന്നാൽ ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നതും ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന കാലഘട്ടത്തിൽ നടന്ന സമരം എന്നറിയപ്പെടുന്നതും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ അത് TK മാധവനാണ്. ഇത്രയും പറഞ്ഞ പോയിന്റ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. മലയാള ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി തയ്യാറാക്കിയത് ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി തയ്യാറാക്കിയതാരാണ്? ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ്. മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതെന്ന് നമുക്ക് നോക്കാം. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരം ബ്രിട്ടീഷുകാർ കവർന്നെടുത്തു.
മലബാറിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടുകൂടി മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരം ആരെടുത്തു? ബ്രിട്ടീഷുകാർ കവർന്നെടുത്തു. മൈസൂർ ഭരണാധികാരിയുടെ റവന്യൂ പരിഷ്കാരങ്ങൾ തകിടം മറിയുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മൈസൂർ ഭരണാധികാരിയുടെ റവന്യൂ പരിഷ്കാരങ്ങൾ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. ഈ 2 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ദിവാൻ ഷൺമുഖം ചെട്ടി കൊച്ചിൻ ഹൈക്കോടതി സ്ഥാപിച്ച വർഷം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ജൂൺ 18, 1938. ദിവാൻ ഷൺമുഖം ചെട്ടി കൊച്ചിൻ ഹൈക്കോടതി സ്ഥാപിച്ച വർഷം ജൂൺ 18, 1938. ജൂൺ 18, 1938. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനോടൊപ്പം ഒപ്പുവെച്ച രാജാവ് ആരാണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മയാണ് ശരിയായ ഉത്തരം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനോടൊപ്പം ഒപ്പുവെച്ച മറ്റൊരു രാജാവാരെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച 2 വ്യക്തികൾ ആരാണ്? ഒന്ന് കായംകുളം രാജാവും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും. 10ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി രാജ കേശവദാസനാണ്. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി രാജ കേശവദാസനാണ്. ആരാണ് സുഹൃത്തുക്കളെ? രാജ കേശവദാസനാണ്. 11ാമത്തെ ചോദ്യം, വേലുത്തമ്പിയുടെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് AD 1809 തന്നിട്ടുള്ളവയിൽ ഏത് ദിവസമാണ് നടന്നത്? ഓപ്ഷൻ സി ജനുവരി 11. വേലുത്തമ്പി ദളവയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം നടന്നത് AD 1809. തന്നിട്ടുള്ളവയിൽ ഏത് ദിവസമാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഇത് ജനുവരി 11. അപ്പോ തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ചോദിച്ചാൽ AD 1809 ജനുവരി മാസം 11 തീയതി. പഠിക്കുന്ന സുഹൃത്തുക്കളെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 12ാമത്തെ ചോദ്യം, മരണത്തിന് പോലും മായ്ക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നുകൂടി പറയാം ചോദ്യം വ്യക്തമായിട്ട് പഠിക്കണേ. മരണത്തിന് പോലും മായ്ക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് TH ബാബർ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ട നായകനായിരുന്ന നാട്ടുരാജാവാരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. TH ബാബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. 13ാമത്തെ ചോദ്യം, 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാലിയത്തച്ഛനാണ്. 1808 ഡിസംബർ മാസത്തിൽ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ കൊച്ചി വസതി ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത കൊച്ചി പ്രധാനമന്ത്രി ആരാ സുഹൃത്തുക്കളെ? പാലിയത്തച്ഛനാണ്. ആരാണ്? പാലിയത്തച്ഛനാണ്. 14ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചിലവിലാക്കി വിളംബരപ്പെടുത്തിയ ഭരണാധികാരിയാന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചിലവിലാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ്. 15ാമത്തെ ചോദ്യം, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പേര് നൽകിയിട്ടുള്ളവരിൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നേതാവ് ഏതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി സി കൃഷ്ണനാണ്. ചോദ്യം ഒന്നുകൂടി പറയാം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പേര് നൽകിയിട്ടുള്ളവരിൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ഡി സി കൃഷ്ണനാണ്. അപ്പോൾ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണന് വധശിക്ഷ വിധിച്ചിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. പഠിക്കുക. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചത്? എന്ത് രൂപീകരിച്ചത്? സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിവർത്തന പ്രക്ഷോഭം. പഠിക്കുക. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചത്. ഒന്നുകൂടി പറയാം. താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചതെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ഡി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരി. ഇനി ആ പ്രസ്താവനകൾ എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇലക്ട്രിസിറ്റി സമരം നടന്നത് കൊച്ചിയിലാണ്. ഇലക്ട്രിസിറ്റി സമരം നടന്നത് കൊച്ചിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ല എന്ന് എടുത്തു പറയും കേട്ടോ. എവിടെയാണ്? തൃശ്ശൂർ ജില്ല എന്ന് എടുത്തു പറയും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് കൊച്ചി എന്നാണ്. അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം
നടന്നത് തിരുവിതാംകൂറിലാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് എവിടെയാ സുഹൃത്തുക്കളെ? തിരുവിതാംകൂറിലാണ്. ബാക്കി മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് മഞ്ചേരിയിലല്ല. അപ്പോൾ നമുക്ക് പഠിക്കാം ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. നിവർത്തന പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ്? ഉത്തരം കുറിച്യർ കലാപം. പഠിച്ചോളണേ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം എന്ന് ചോദിച്ചാൽ അത് കുറിച്യർ കലാപമാണ്. കലാപം ഏതാ സുഹൃത്തുക്കളെ? കുറിച്യർ കലാപമാണ്. 19ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് സുഹൃത്തുക്കൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരമാണെങ്കിൽ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് സുഹൃത്തുക്കൾ ദയവായിട്ട് കമന്റ് രേഖപ്പെടുത്തുക. 20ാമത്തെ ചോദ്യം, കൊച്ചി പ്രചാർ മണ്ഡലം ആരംഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ബി കൃഷ്ണൻ എഴുത്തച്ഛന്മാർ. ചോദ്യം എന്തായിരുന്നു? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ്. മറക്കരുത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആരംഭിച്ച വ്യക്തി ആരാണ് അല്ലെങ്കിൽ സ്ഥാപിച്ച വ്യക്തി ആരാണ്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പഠിക്കുക. 1, 3 ശരി. ഒന്നാമത്തെ എന്താ സുഹൃത്തുക്കളെ? തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സെൻസസ് നടത്തിയ വ്യക്തി ആരാണ്? നമ്മുടെ സ്വാതി തിരുനാളാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സെൻസസ് നടത്തിയ വ്യക്തി ആരാണ്? സ്വാതി തിരുനാളാണ്. ഈ 2 പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി പറയാം. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ സെൻസസ് നടത്തിയ വ്യക്തി ആരാണ്? സ്വാതി തിരുനാളാണ്. 22ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ശ്രീ ചിത്തിര തിരുനാളുമായി താഴെ പറയുന്നവയിൽ ഏതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രം. ശ്രീ ചിത്തിര തിരുനാളുമായി താഴെ പറയുന്നത് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ സുഹൃത്തുക്കളെ? സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി. സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി. അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊച്ചി യൂണിയന്റെ ആദ്യത്തെ രാജപ്രമുഖനായിരുന്നതും ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. പഠിക്കുക. സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി തിരുവിതാംകൂറിൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാള്. അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊച്ചി യൂണിയന്റെ ആദ്യത്തെ രാജപ്രമുഖായിരുന്ന വ്യക്തിയും ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. പഠിക്കുക. 23ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ പരിഗണിച്ചുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പഠിക്കുക. 1ഉം 3ഉം മാത്രം. അപ്പൊ എന്താ ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മയെ കണക്കാക്കുന്നു. ശരിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായി മാർത്താണ്ഡവർമ്മയെ കണക്കാക്കുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് തൃപ്പടിദാനം. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 പോയിന്റ് ഇവിടെ പഠിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് തൃപ്പടിദാനം. 24ാമത്തെ ചോദ്യം, കേരളത്തിലെ യൂറോപ്യൻ സംഭാവനകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 3ഉം മാത്രം. അപ്പോൾ യൂറോപ്യന്മാരുടെ സംഭാവനകളെ കുറിച്ച് താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ പോർച്ചുഗീസുകാരാണ് അച്ചടിശാല സ്ഥാപിച്ചത്. നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പോർച്ചുഗീസുകാരാണ് അച്ചടിശാല സ്ഥാപിച്ചത്. അതുപോലെ തന്നെയാണ് മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പഠിക്കുക. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്തിൽ നടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്.
അതുപോലെ തന്നെയാണ് നാലാമത്തെ ഓപ്ഷൻ 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടു. ഇത് നമുക്ക് അറിയാവുന്ന 2 പോയിന്റ് ആണ്. അപ്പോ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 ഉം 4 ആണ്. KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലത്താണ്. 1949 ജൂലൈ മാസം 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടു. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 26ാമത്തെ ചോദ്യവും ചേരുംപടി ചേർക്കാനാണ്, അല്ലെങ്കിൽ ജോഡി കണ്ടെത്താനാണ്. നമുക്ക് ശരിയായ ജോഡി ഏതെന്ന് നോക്കാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്തെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്വാതി തിരുനാളാണ് സുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചത്. സ്വാതി തിരുനാൾ എന്ത് ചെയ്തു? സുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ നിരോധിച്ചു. ഗൗരി പാർവതി ഭായി എന്താ ചെയ്തത്? ഇപ്പോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുള്ളൂ. ഗൗരി പാർവതി ഭായി നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. അതുപോലെ ഗൗരി ലക്ഷ്മി ഭായി എന്താ ചെയ്തത്? അടിമത്തം അവസാനിപ്പിച്ചു. തിരുവിതാംകൂറിൽ അടിമത്തം അവസാനിപ്പിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായി ആണ്. അതുപോലെ 4ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? സേതു ലക്ഷ്മി ഭായി ആണ് മരുമക്കത്തായം അവസാനിപ്പിച്ച. തിരുവിതാംകൂറിലെ മരുമക്കത്തായം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? നമ്മുടെ സേതു ലക്ഷ്മി ഭായി ആണ്. ഒന്നുകൂടി പറയാം. സ്വാതി തിരുനാൾ എന്താ ചെയ്തത്? സുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. ഗൗരി പാർവതി ഭായി നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം എവിടെ കൊണ്ടുവന്നു? നമ്മുടെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. ഗൗരി ലക്ഷ്മി ഭായി ആണെന്നുണ്ടെങ്കിൽ അടിമത്തം നിരോധിച്ചു. അതുപോലെ സേതു ലക്ഷ്മി ഭായി ആണെങ്കിൽ അതെന്താണ്? മരുമക്കത്തായം നിരോധിച്ചു. ഈ ഭാഗം സുഹൃത്തുക്കൾ പഠിക്കും. നമ്മുടെ 27ാമത്തെ ചോദ്യം, കോട്ടയത്തെ രാജാവായിരുന്നത് ആരാണ്? ഉത്തരം പഴശ്ശിരാജയാണ്. ഓപ്ഷൻ ഡി പഴശ്ശിരാജയാണ് കോട്ടയം സ്വരൂപത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. കോട്ടയം സ്വരൂപത്തെ രാജാവായിരുന്നു പഴശ്ശിരാജ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച പോയിന്റ് ആണ്. കോട്ടയം സ്വരൂപത്തെ രാജാവായിരുന്നു പഴശ്ശിരാജ. സോ ഓപ്ഷൻ ഡി പഴശ്ശിരാജയാണ് റൈറ്റ് ആൻസർ. 28ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം ഏതാണ്? താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിലായിരുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി മലബാർ ആണ്. ഏതാണ്? ഓപ്ഷൻ ബി മലബാർ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ ചോദ്യങ്ങൾ വരുന്ന രീതികൾ? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ മലബാർ ആണ്. 29ാമത്തെ ചോദ്യം, നെടുങ്കോട്ടയെ കുറിച്ച് തിരുവിതാംകൂറിനെ കുറിച്ചും താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നെടുങ്കോട്ടയെ കുറിച്ചും തിരുവിതാംകൂറിനെ കുറിച്ചും താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. പഠിക്കുക. എയും ഡിയും എന്നിവ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ആ ഉത്തരം എ എന്ന് ചോദിച്ചാൽ ധർമ്മരാജയാണ് ഇത് പണി കഴിപ്പിച്ചത്. ശരിയാണ്. നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ധർമ്മരാജാവാണ്. അതിനോടൊപ്പം തന്നെ തിരുവിതാംകൂറിലെ മൈസൂർ അധിനിവേശം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്, മറക്കരുത്. അപ്പോ ധർമ്മരാജാവാണ് എന്ത് നിർമ്മിക്കുന്നത്? നെടുങ്കോട്ട നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് ചോദിച്ചാല് തിരുവിതാംകൂറിന്റെ നേരെയുള്ള മൈസൂറിന്റെ അധിനിവേശം തടയുക എന്നുള്ളതായിരുന്നു. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർക്കുക. നെടുങ്കോട്ടയെ കുറിച്ചും തിരുവിതാംകൂറിനെ കുറിച്ചും താഴെ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്. നെടുങ്കോട്ട കൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ മൈസൂറിന്റെ അധിനിവേശം എന്താണ് തടയുന്നതിന് സഹായിച്ചു. 30ാമത്തെ ചോദ്യം, കൂനൻ കുരിശ് പ്രതിജ്ഞയെ കുറിച്ച് താഴെ പറയുന്നവയിൽ പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്? ഉത്തരം എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. കൂനൻ കുരിശ് പ്രതിജ്ഞയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സത്യപ്രതിജ്ഞയായിരുന്നു കൂനൻ കുരിശ് പ്രതിജ്ഞ. ശരിയാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സത്യപ്രതിജ്ഞയായിരുന്നു എന്ത്? കൂനൻ കുരിശ് പ്രതിജ്ഞ. നമ്മുടെ ക്ലാസ്സിൽ കൂനൻ കുരിശ് പ്രതിജ്ഞ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും ശരിയാണ്. 1653 ഈ പ്രതിജ്ഞ നടന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 1653 ഈ സത്യപ്രതിജ്ഞ നടന്നത്. ഇത് രണ്ടും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കണം. കൂനൻ കുരിശ് പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സത്യപ്രതിജ്ഞയായിരുന്നു കൂനൻ കുരിശ് പ്രതിജ്ഞ. അതുപോലെ തന്നെ 1653 ഈ സത്യപ്രതിജ്ഞ നടന്നത്. ഇത് രണ്ടും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ട്രാവൽ നമ്മൾ നോക്കിയത്. 2023 പ്രധാനപ്പെട്ട കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കി. ഇത് ഭാഗം 1 ഭാഗം 2 ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും സിലബസ് അറിഞ്ഞ് നന്നായിട്ട് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.